ഒരു സിനിമ കണ്ടാലും കുഴപ്പമില്ല, പിന്നീട് അത്ര സമയം എടുത്ത് പഠിച്ചാൽ മതി. പക്ഷെ പറ്റത്തില്ല. ദൈവം തുറന്നു തരുന്നുള്ള വഴി നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ എനിക്ക് എന്റെ മുന്നിൽ തുറന്നൊരു വഴിയാണ് എഡ്യൂസ് അക്കാഡമി. ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂസ് അക്കാഡമി. ഇന്ന് എഡ്യൂസിന്റെ വിന്നേഴ്സ് ടോക്കിൽ എന്നോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്തെ രാജലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് രാജലക്ഷ്മിയോടൊപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. കഴിഞ്ഞ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 DME DHS ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 പരീക്ഷയിൽ ഉന്നതമായ റാങ്ക് നേടുകയും ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് സർക്കാർ ജോലിയിലോട്ട് പ്രവേശിക്കാൻ തയ്യാറായിരിക്കുകയാണ് രാജലക്ഷ്മി. ആദ്യമായി രാജലക്ഷ്മി ഈ ഒരു സെഷനിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഹേർട്ടി കൺഗ്രാറ്റുലേഷൻസ്. നമസ്കാരം മാഡം. അപ്പൊ ആദ്യമായി തന്നെ രാജലക്ഷ്മിയെ ഒന്ന് പരിചയപ്പെടുത്താമോ? പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസ് ഏതാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? എൻ്റെ പേര് രാജലക്ഷ്മി. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ജനൌഷധി മെഡിക്കൽ ഷോപ്പ് കാട്ടാക്കട തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ലേണിംഗ് പ്രോസസ്സിൽ, ഈ ഒരു കോച്ചിങ് സെഷനിൽ എഡ്യൂസിനോടൊപ്പമുള്ള ഒരു യാത്രയിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ യൂട്യൂബ് വഴിയാണ് എഡ്യൂസ് അക്കാഡമി ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിലൂടെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ 6 മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു എക്സാം ഡേറ്റ് വരെ. അപ്പോൾ ഈ ഒരു 6 മാസം എഡ്യൂസിനോട് എനിക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ കഴിഞ്ഞു, നന്നായിട്ട് പഠിക്കാൻ കഴിഞ്ഞു. ആ ഒരു കോൺഫിഡൻറ്റോടെ എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു, ഇതുവരെ എത്താൻ കഴിഞ്ഞു. ഒരു PSC പോലുള്ള ഒരു ജോലിക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ PSC ഒരു ഗവൺമെന്റ് സർക്കാർ ജോലിക്കാരി ആകണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വരാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിന് പുറകിൽ ഒരു കാരണം ഉണ്ടാകും. അപ്പൊ രാജലക്ഷ്മിയെ ഈ ഒരു ജോലി, ഈ ഡ്രീം ജോബ് അറ്റൈൻ ചെയ്യണം എന്ന് മനസ്സിലൊരു ആഗ്രഹം വരാൻ എന്തെങ്കിലും ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു ആ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്? നമ്മുടെ പഠിക്കുന്ന സമയത്ത് തന്നെ അച്ഛനമ്മയും എല്ലാ കുട്ടികളോടും പറയുന്ന പോലെ എന്നോടും ഞങ്ങളോടും പറഞ്ഞിരുന്നു, നന്നായിട്ട് പഠിക്കണം, നല്ല ജോലി വാങ്ങണം, ഒരു പൊസിഷനിൽ എത്തണം എന്നുള്ളത്. അപ്പം അത് ചെറുതിലെ പോലെ മനസ്സിൽ നോട്ട് ചെയ്തിട്ടിരുന്നു, നന്നായിട്ട് പഠിക്കുക, ഒരു ലക്ഷ്യത്തിലെത്തുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ജോബ് ഉള്ളവരോട് ചെറുതിന് മുതലേ ഒരു റെസ്പെക്റ്റ് ആയിരുന്നു. അപ്പോൾ വലുതാകുമ്പോൾ ആ ഒരു റെസ്പെക്റ്റ് എനിക്കും കിട്ടണം, അത് എത്തിപ്പെടണം എന്ന് നന്നായിട്ട് ആഗ്രഹിച്ചിരുന്നു. അതോടൊപ്പം എൻ്റെ അനിയത്തി PSC ലാബ് ടെക്നീഷ്യനാണ്. അപ്പോൾ അത് എനിക്ക് കൂടുതൽ പ്രചോദനമായി. എനിക്കും വർക്ക് ചെയ്യണം, എനിക്കും എൻ്റെ ലക്ഷ്യത്തിലെത്തണം എന്നുള്ളത് വളരെ ഒരു പ്രചോദനമായി. ഈ ഒരു പ്രസന്റ് സിനാറിയോയിൽ നമ്മുടെ PSC പഠിച്ചു തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം തീരുമാനിച്ച് നിൽക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഒത്തിരി നാളായി പഠിച്ചുകൊണ്ടിരിക്കുന്നവർ കാണും, ഒരുപാട് നാളായി പഠിച്ചിട്ടും റാങ്ക് ലിസ്റ്റിലൊന്നും കയറിപ്പെടാത്തവർ കാണും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് രാജലക്ഷ്മി പോലുള്ള ഒരു വിന്നറിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരുന്നു എന്ന് അറിയാനായിട്ട് താല്പര്യം ഉണ്ടാവും. അപ്പൊ എന്തായിരുന്നു രാജലക്ഷ്മിയുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി? എങ്ങനെയാണ് എഡ്യൂസിന്റെ ക്ലാസ്സുകൾ അതിനെ സപ്പോർട്ട് ചെയ്തത്? ഒന്ന് ഷെയർ ചെയ്യാം. ഒന്നാമതായിട്ട് ഹാർഡ് വർക്ക് തന്നെയാണ് ഇമ്പോർട്ടൻ്റ്. ഹാർഡ് വർക്കിനോടൊപ്പം നമ്മുടെ ആ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ നമ്മൾ കുറച്ച് ഹാർഡ് വർക്കിനോടൊപ്പം നമ്മുടെ ഉല്ലാസ യാത്രകൾ കാണും, ഓരോ ഫംഗ്ഷൻ കാണും. പിന്നെ അതുപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് വിട്ടു നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഹാർഡ് വർക്കിന് പ്രാധാന്യം കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ എഡ്യൂസിനോട് ചേർന്ന് എനിക്ക് പഠിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഓരോ PSC എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ സ്വന്തമായിട്ടാണ് ഞാൻ ഉള്ള ടെക്സ്റ്റ് ബുക്കിലൊക്കെ വെച്ച് പഠിച്ചിരുന്നത്. പക്ഷെ അതിലൊന്നും എനിക്കൊരു റാങ്ക് ലിസ്റ്റൊന്നും ഉൾപ്പെടാൻ കഴിഞ്ഞില്ല. അപ്പം എൻ്റെ ഹാർഡ് വർക്കും അതേപോലെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഒരു കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കുന്നതും അതൊക്കെ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി ടീം തന്നെ എഡ്യൂസിന് നിങ്ങളെ കോച്ചിങ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ ടീച്ചേഴ്സിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ടീച്ചർ രാജലക്ഷ്മിക്ക് ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരായിരുന്നു ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ? എന്തായിരുന്നു നമ്മുടെ ടീച്ചേഴ്സിനെ കുറിച്ചുള്ള ഒക്കെ ഒരു അഭിപ്രായം? ടീച്ചേഴ്സിൻ്റെ ഒരു ടീം വർക്ക് തന്നെയാണ് ഇതുവരെ എന്നെ എത്തിച്ചത്, എന്നെ പോലുള്ള ഒരുപാട് പേരെ എത്തിച്ചത്. ഇപ്പോൾ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലൊരു കെമിസ്ട്രി കാണും. അപ്പം അതിപ്പോൾ യൂട്യൂബ് വഴിയാലും ടീച്ചേഴ്സിന് പരിചയമില്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ പോലും ടീച്ചേഴ്സ് നമുക്ക് നേരിട്ട് കണ്ട് സംശയം ചോദിക്കുന്ന ഒരു അനുഭവം നമുക്ക് കിട്ടുമായിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ നയന മാഡത്തിന്റെ ക്ലാസ്സാണ് ഞാൻ കൂടുതൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാഡത്തിനായിരിക്കും കൂടുതലൊരു ഇഷ്ടം. എല്ലാവരും ഇഷ്ടം തന്നെയാണ്, എല്ലാ ക്ലാസ്സിലും ഞാൻ അറ്റൻഡ് ചെയ്തു.
അപ്പോൾ ഈ ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ടൈം മാനേജ് ചെയ്ത് എഴുതാനാണെങ്കിലും നെഗറ്റീവ് മാർക്കൊക്കെ അവോയ്ഡ് ചെയ്യാനാണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ, അത് പ്രീവിയസ് ഇയർ ആയിക്കോട്ടെ, സബ്ജക്ട് വൈസ് ആയിക്കോട്ടെ, ടോപ്പിക് വൈസ് ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ പേപ്പർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രാജലക്ഷ്മി ഒരു ദിവസം എന്തുമാത്രം ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമായിരുന്നു, എങ്ങനെയൊക്കെ റിവിഷൻ ചെയ്യുമായിരുന്നു? അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തത് എങ്ങനെയാണ് ഈ ഒരു ഡ്രീം ജോബിലോട്ട് എത്തിപ്പെടാൻ ഹെൽപ്പ് ചെയ്തത്? ഞാൻ ആ സമയത്തൊക്കെ ഞാൻ ഒരു പ്രൈവറ്റ് മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ 8 മണിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി ഞാൻ സമയം കണ്ടെത്തും. ഒരു 2-2.5 മണിക്കൂർ അത് ഞാൻ മനസ്സേകാകരിച്ച് അതിനുവേണ്ടി തന്നെ സമയം വളരെയധികം കണ്ടുപിടിക്കും. അന്നുള്ള ടോപ്പിക്സ് മാക്സിമം അന്ന് തന്നെ കവർ ചെയ്യാൻ ഞാൻ ശ്രമിക്കും. പിന്നെ അതേപോലെ ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കും. അന്ന് പഠിച്ചിട്ടേ ഞാൻ ഉറങ്ങത്തുള്ളൂ. പിന്നെ അതേപോലെ റിവിഷൻ, ഹാർഡ് വർക്ക്, അതൊക്കെ തന്നെയാണ്. നമ്മളിവിടുന്ന് വളരെ ഒരു എജൂസ് അക്കാഡമിയുടെ ഭാഗത്ത് നല്ലൊരു റാങ്ക് ഫയലും റാങ്ക് ബൂസ്റ്റർ പാക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയൊക്കെ ആയിരുന്നു അത് ഈ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയെ ഹെൽപ്പ് ചെയ്തത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തത്? വളരെയധികം ഹെൽപ്ഫുൾ തന്നെയായിരുന്നു. അതിന്റെ ഈ സിലബസ് തന്നെയായിരുന്നു അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. കണ്ടന്റ്, അതെ. പിന്നെ കീ പോയിന്റ്സും ക്വസ്റ്റ്യൻ മോഡലും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 80% നമുക്ക് കവർ ചെയ്യാൻ പറ്റിയായിരുന്നു. നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാനും എങ്ങനെയൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. വന്ന എക്സാമിനെ പറ്റിയും ക്വസ്റ്റിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഈ ഒരു പ്രിപ്പറേഷന്റെ ആ ഒരു സമയത്ത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാകുന്നത് സ്വപ്നം കാണുകയും അതൊക്കെ ഒന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുകയും ചെയ്തിരുന്നു. അതോടൊപ്പം ഗവൺമെന്റ് ടാഗ് അണിയുന്ന ആ ഒരു മൊമെന്റ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എല്ലാ ദിവസവും എല്ലാ മൊമെന്റിൽ ആണെന്ന് പറയാം. ഞാൻ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് എനിക്ക് കോൺഫിഡൻസും മോട്ടിവേഷനും. ആകണം എത്തിച്ചേരണം, എന്റെ ലക്ഷ്യത്തിലെത്തണം എന്നുള്ള ആഗ്രഹമല്ല. ഈ ഒരു ഡ്രീമും ഹാർഡ് വർക്കും തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെന്റ് ജോലി ആഗ്രഹിച്ച് പഠിച്ച് തുടങ്ങണമെന്ന് തീരുമാനിച്ച് നിൽക്കുന്നവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഒത്തിരി നാളായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടും കിട്ടാത്തവരും റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാത്തവരും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള അപ്കമിങ് ആസ്പിറൻസിനോട് രാജലക്ഷ്മിയെ പോലെയുള്ള ഒരു വിന്നറിന് എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും മെസ്സേജ് അവർക്ക് കൊടുക്കാനുണ്ടോ? അവർക്ക് എജൂസ് അക്കാഡമി റെക്കമെൻഡ് ചെയ്യും? തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെയൊക്കെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ഞാൻ പഠിച്ചത്. അപ്പൊ ചിലപ്പോൾ നമുക്ക് നമ്മളായിരിക്കും ആ കുഴപ്പമില്ല, ഒരു സിനിമ കണ്ടാലും കുഴപ്പമില്ല, പിന്നീട് അത്ര സമയം എടുത്ത് പഠിച്ചാൽ മതി. പക്ഷെ പറ്റത്തില്ല. ഒരു ഗൈഡ് ലൈൻ ആവശ്യമാണ്. അതെ, ഒരു ഗൈഡ് ലൈൻ ആവശ്യം തന്നെയാണ്. അതുപോലെ ഹാർഡ് വർക്കും റിവിഷനും എല്ലാം ഈ ഒരു ലക്ഷ്യത്തിലെത്താൻ ആവശ്യമാണ്. സ്ട്രഗിൾ ചെയ്ത് പഠിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. നമ്മുടെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ഒരു വഴി ദൈവം തുറന്നു തരുന്നുള്ള വഴി നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ എനിക്ക് എന്റെ മുന്നിൽ തുറന്നൊരു വഴിയാണ് എജൂസ് അക്കാഡമി. തീർച്ചയായും. ഇത് എന്തായാലും എന്റെ ഫ്രണ്ട്സിനോട് ഇതിനോട് ആഗ്രഹിക്കുന്ന എല്ലാവരോടും ഞാൻ റെക്കമെൻഡ് ചെയ്യും. അപ്പൊ എജൂസ് അക്കാഡമിയുടെ ഭാഗത്തു നിന്ന് ഒരു സ്നേഹാദരവ് രാജലക്ഷ്മിക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുവാണ്. അതിനായി നമ്മുടെ ഫാക്കൽറ്റി മെമ്പർ രാജലക്ഷ്മിയുടെ തന്നെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയ നയന മിസ്സിനെ ഞാൻ ക്ഷണിക്കുകയാണ്.